ഹാളിശംസിയുടെ ലുക്കായുടെ സുശേഷം 18-9 തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഉപമ വേറൊന്നല്ല, ഈ ഫരിസേയനും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെ കുറിച്ചാണ് ഈ ഉപമ. ഫരിസേയൻ പറയാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദാനമൊക്കെ ചെയ്തു. പക്ഷെ ചുങ്കക്കാരൻ പറഞ്ഞു, ഞാൻ പാപിയാണ്, എനിക്ക് കണ്യണമേ എന്ന് പറഞ്ഞു. അതാണ് ദൈവത്തിന് ഇഷ്ടം. മറ്റുള്ളവരുടെ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ എന്താ പറയുക, പരദൂഷണം പറഞ്ഞ് നമ്മളെ തന്നെ വലിയ ആളുകളാക്കി, നമ്മളൊക്കെ വളരെ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരോട് ദൈവം പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ചെറിയ ചെറിയ പരദൂഷണമൊക്കെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലഘുപാപത്തെ കണക്കാക്കുള്ളൂ. പക്ഷേ ഒരാളുടെ ഡീഫെയിം ചെയ്യാം, അയാളുടെ വ്യക്തിത്വത്തിനെ ഇല്ലാണ്ടാക്കാം എന്ന പോലെയുള്ള ഈ പറഞ്ഞ പരദൂഷണം കാര്യങ്ങളൊക്കെ നമുക്ക് മാരപാപമായിട്ടാണ് കണക്കാക്കാൻ പറ്റുക. അപ്പോൾ മാരപാപത്തിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. മാരപാപത്തിൽ വീണിട്ട് വീണ്ടും കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊന്നുകൂടിയും ഇത് കൂട്ടും. അപ്പം അതുകൊണ്ട് പരദൂഷണമൊക്കെ ഒരു പരിധി വരെയൊക്കെ ആവാം, അത് ലഘുപാപമാണ്. അപ്പം അത് അത്രയും ഇതില്ല. പക്ഷെ ഒരാളുടെ വ്യക്തിത്വത്തെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ പരദൂഷണം പറയാതിരിക്കുക, അത് ഏറ്റവും വലിയ ഒരു തെറ്റുകളാണ്, അറിയാതെ ചെയ്തു പോകുന്നതാണ്. അത് ഈ പ്രാവശ്യം ഇന്ന് പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഒരാളെ ഏതിലൂടെയാണ് കടന്നു പോകുന്നത്, അയാൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.